ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ ഓയിൽ കൂളർ കേട്ടോ. ഓയിൽ കൂളർ പല ആൾക്കാരും കേട്ടിട്ടുണ്ടായിരിക്കും. ഡീസൽ വണ്ടി ഉപയോഗിക്കുന്നവർക്ക് എന്തായാലും നല്ലപോലെ അറിയുന്നുണ്ടായിരിക്കും. ഓയിൽ കൂളർ പോയിട്ട് ഓയിലും കൂളറും മിക്സായി പറഞ്ഞിട്ട് ഓയിൽ കൂളർ മാറ്റിയിട്ടുണ്ടായിരിക്കും. പല വണ്ടികളിലും ഡീസൽ വണ്ടിയിൽ ഒരു ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും ഓയിലും കൂളറും മിക്സ് ആവാറുണ്ട്. അപ്പം ഈ ഡീസൽ വണ്ടിയിൽ പെട്ടെന്ന്, അതായത് ഓയിലും കൂളറും മിക്സ് ആയി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഓയിൽ കൂളർ. അപ്പോൾ ഇതാണ് കേട്ടോ ഓയിൽ കൂളർ. കണ്ടോ, ഈ സംഭവമാണ് ഓയിൽ കൂളർ. ഓയിലും കൂളറിൻ്റെ മിക്സ് ആവാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുകൊണ്ട് മാത്രമല്ല, ഹെഡ് ഗ്യാസ്കറ്റും കാര്യങ്ങളും പോയി കഴിഞ്ഞാലും എഞ്ചിന് വല്ല കംപ്ലൈൻറ്റ് ആയിക്കാലും ഓയിലും കൂളറിൻ്റെ മിക്സ് ആവും. പക്ഷേ ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത് ഈ ഒരു ഓയിൽ കൂളർ കേട്ടോ. ഈ ഓയിൽ കൂളർ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ഓയിലും കൂളറിൻ്റെ കൂടെ മിക്സ് ആവും. പിന്നെ അത് മാറിയില്ല എന്നുണ്ടെങ്കിൽ എഞ്ചിൻ പണിയും കാര്യങ്ങളൊക്കെ ആവും. ഓയിലും ഒക്കെ കുറഞ്ഞ് രണ്ട് മിക്സായി അങ്ങനെ വലിയ പ്രശ്നമാവും. അപ്പോൾ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓയിലുണ്ടല്ലോ, ഓയിലിനെ ഒന്നുകൂടി തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി തണുപ്പിക്കും. റേഡിയേറ്ററിന് കൂളൻ്റ് പാസിങ് ആണെന്ന് തണുപ്പിക്കും. അതിന് പിന്നെ ഒന്നും കൂടി തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഓയിലിൻ്റെ വിസ്കോസിറ്റി കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്നും തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഡീസൽ വണ്ടിയിൽ ഓയിൽ കൂളർ വെക്കുന്നത്. പെട്രോൾ വണ്ടിയിലും ഉണ്ട് കേട്ടോ. കൂടുതലും ഡീസൽ വണ്ടിയിലാണ് ഓയിൽ കൂളർ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഓയിൽ കൂളർ വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ ഓയിൽ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിങ്ങനെ ആയിരിക്കും. ഇത് രണ്ട് ചേമ്പർ ഉണ്ടായിരിക്കും. ഇതാണ് കേട്ടോ കൂളൻ്റ് പാസ് ചെയ്യുന്നത്. കൂളൻ്റ് ഇതുവഴിയാണ് കയറുന്നത്. എഞ്ചിന് ഇതുവഴിയാണ് കൂളൻ്റ് കയറുന്നത്. ഇത് ഓയിലും കാര്യങ്ങളും, ഇത് രണ്ട് ഓയിലും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ കൂളിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റേഡിയേറ്ററാണ്, ചെറിയ കുഞ്ഞ് റേഡിയേറ്റർ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് കൂളിംഗ് നടക്കുന്നത്. ഇതിനകത്തേക്ക് ഓയിലും കയറും കൂളൻ്റും കയറും. ആ കൂളൻ്റ് സർക്കുലേറ്റ് ചെയ്തിട്ടാണ് ആ ഓയിലിനെ കൂളാക്കുന്നത്. നമ്മളെ റേഡിയേറ്ററിന് തന്നെ കൂളൻ്റ് അല്ലേ, അതന്നെ കയറി ഒന്നും കൂടി സർക്കുലേറ്റ് ചെയ്തിട്ടാണ് കൂളൻ്റ് ആക്കുന്നത്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് റേഡിയേറ്ററുള്ള ഈ റേഡിയേറ്ററിനകത്ത് എന്തെങ്കിലും പൊട്ടലും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ഓയിൽ മിക്സ് ആവും. പിന്നെ ഉള്ളത് മെയിൻ കംപ്ലൈൻറ്റ് ഈ ഒരു ഓറിങ് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാലും, പിന്നെ ഇവിടെ ഈ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, ഇതിൽ എന്തെങ്കിലും ക്രാക്കും കാര്യങ്ങളും വന്നു കഴിഞ്ഞാലും ഇത് കൂളൻ്റ് മിക്സ് ആവും. ഇത് കാലക്രമേണ വരും. അല്ലെങ്കിൽ കൂളൻ്റ് അല്ലാതെ വെള്ളം ഒഴിച്ചു കൂടുന്ന വണ്ടിയാണല്ലോ, അത് പെട്ടെന്ന് അങ്ങനെയുള്ള വണ്ടികൾക്ക് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരും. പിന്നെ കാലക്രമേണ തണുക്കും ചെയ്യണമല്ലോ, ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. അത് ചൂടാകുമ്പോൾ തണുക്കും ചെയ്യുന്നതനുസരിച്ച് കുറേ കാലം കഴിഞ്ഞാൽ ഇതിൽ ഇങ്ങനെ ഒരു വിള്ളൽ ഇങ്ങനെ വരും. ഇതിങ്ങനെ പൊട്ടി ഇങ്ങനെ പോകും. അപ്പം അങ്ങനെ ആകുമ്പോഴും ഇത് കൂളൻ്റ് ഇതിൻ്റെ മിക്സ് ആകും. പിന്നെ ഉള്ളത് ഈ പിൻസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ലീക്ക് വന്നു കഴിഞ്ഞാൽ അത് കൂടി കൂളൻ്റ് ഓയിൽ കൂടി മിക്സ് ആവും. മെയിനായിട്ട് വരുന്നത് ഇവിടെ ഈ ഒറിങ് പോകാറുണ്ട്, ഈ ഒരു സാധനം പൊട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ കൂളൻ്റ് മിക്സ് ആവാറുണ്ട്. പിന്നെ ഇത് കൂടെയാണ് റിട്ടേൺ പോകുന്നത്, കൂളൻ്റ് റിട്ടേൺ പോകുന്നത്. ഇത് കൂടെ കയറിയിട്ട് നേരെ റിട്ടേൺ ഇങ്ങനെ പോകും. ഇനി ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് എല്ലാ ചേമ്പറേയും കാണിച്ചു തരാം. ഇതിനൊരു 4 ബോൾട്ട് ഉണ്ടായിരിക്കും കേട്ടോ. 4 ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് സെപ്പറേറ്റ് അയച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ ആദ്യം അയച്ച് വെച്ചിട്ടുണ്ട്, സ്ക്രൂവും കാര്യങ്ങളൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. ഇതിലൊരു 4 ഹോൾ ഉണ്ടായിരിക്കും. ഒരു ഇന്നും ഔട്ടും കൂടി ഉള്ള കേട്ടോ, കൂളൻ്റും ഓയിലും. ഇത് കണ്ടോ, ഇത് രണ്ട് വഴിയാണ് കൂളൻ്റ് പാസിങ്. ഇത് രണ്ടും ഓയിൽ കയറാറുള്ളൂ കേട്ടോ. ഇതിലൂടെ ഓയിൽ കയറും, കൂളൻ്റ് കയറും. കൂളൻ്റ് കയറിയിട്ട് നേരെ ഇത് കൂടെ സർക്കുലേറ്റ് ചെയ്തിട്ട് ഈ ഒരു വഴി കൂടെ പുറത്തേക്ക് പോകും. അതേപോലെ തന്നെ ഓയിലും ഇതിനകത്ത് കയറും. അത് സർക്കുലേറ്റ് ചെയ്ത് നേരെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരും. ഓയിൽ കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ബ്ലോക്കിൽ ഇങ്ങനെ വെക്കായിരിക്കും. ഈ ബ്ലോക്കിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രഷർ ഉണ്ടല്ല, പ്രഷർ ഓയിൽ ഇവിടെ വന്ന് കയറിയിട്ട് ഈ പ്രഷർ വെച്ചിട്ട് ഇതിൻ്റെ പ്രസ് ആവും. ഇതിന് പ്രസ് ആവുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ ഓയിൽ കയറും. ഇതിൻ്റെ കൂടെ ഓയിൽ ഇത് കൂടെ കയറി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറും. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി നേരെ ഇപ്പുറത്തെ ഹോളിൽ കൂടെ വരും. എന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഇതിനകത്ത് ഈ പിൻസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ ഓയിൽ മിക്സ് ആവും. സാധാരണ ഈ ഒരു സംഭവം കംപ്ലൈൻറ്റ് അങ്ങനെ വരാറില്ല. ഈ ഒരു ഓറിങ് അങ്ങനെ കംപ്ലൈൻറ്റ് വരാറില്ല. ഓറിങ് മെയിനായിട്ട് കംപ്ലൈൻറ്റ് വരുന്നത് ഈ ഭാഗത്ത് ഓറിങ് കംപ്ലൈൻറ്റ് വരാറുണ്ട് കേട്ടോ. ഇവിടെ പൊട്ടലും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ലീക്കാവും. ഇതിനകത്ത് വരുന്നത് ഈ പിൻസിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ കൂളൻ്റ് അല്ലാതെ വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് തുരുമ്പ് പെട്ടെന്ന് വരും. അപ്പോൾ പിൻസിനുള്ള ചെറിയൊരു മൈന്യൂട്ട് ഹോൾ വന്നു കഴിഞ്ഞാൽ രണ്ടും മിക്സ് ആയി പോകും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം വെള്ളം ഒഴിക്കാതെ കൂളൻ്റ് തന്നെ ഒഴിച്ചിട്ട് വണ്ടി ഓടിക്കാൻ ശ്രമിക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തുരുമ്പാവും. ആ ഭാഗങ്ങൾ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും. ഇതൊക്കെ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ അറിയാതെ ഓടിച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ പണിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓയിൽ കൂളൻ്റിലേക്ക് മിക്സ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ പോലെ ഇത് കിട്ടിയിട്ടുണ്ട്. റിസർവ് ടാങ്കിൽ അറിയാൻ പറ്റും മിക്സ് ആവുന്നതിന്. അപ്പം തന്നെ കയ്യോടെ ഇത് മാറ്റിക്കോണം കേട്ടോ. വെച്ചുകൊണ്ടിരുന്നാൽ പണി കിട്ടും. പിന്നെ ഇത് മാറുന്ന സമയത്ത് ആ ലൈൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. ഓയിൽ കയറി നല്ലപോലെ അടഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഓവറേറ്റ് ആവും. ഓവറേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഈ സംഭവത്തിന് കംപ്ലൈൻറ്റ് വരും. അപ്പോൾ അതിനുള്ളത് ഓയിൽ റേഡിയേറ്റർ ഫ്രഷും കാര്യങ്ങളൊക്കെ ഒഴിച്ച് നല്ല സർക്കുലേറ്റ് ചെയ്ത്
ഉള്ളത്തെ ഓയിലും കാര്യങ്ങളൊക്കെ നല്ലപോലെ കളയണം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ മൈന്യൂട്ട് ഹോളിൽ കയറി ഓയിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ആ ഒരു കൂളറിൻ്റെ സർക്കുലേഷൻ നടക്കില്ല കേട്ടോ. അതുപോലെ ഒരു ഹോണ്ട സിറ്റി വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഓയിലും വെള്ളം മിക്സ് ആയിട്ട് അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായില്ല. അതായത് റേഡിയേറ്ററിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ ഓയിലും കട്ടായി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രോപ്പറായിട്ട് സർക്കുലേഷൻ നടക്കില്ല. അതുകൊണ്ട് വണ്ടി പെട്ടെന്ന് ഓവർ ഹീറ്റ് ആവുക. നേരെ ബ്രഷും കാര്യങ്ങളും ഒഴിച്ച് ഒരു 4-5 പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്ത് സർക്കുലേറ്റ് ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓയിലും കൂളിൻ്റെ മിക്സ് ആയി കഴിഞ്ഞാൽ ലൈനും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം. അല്ലാതെ പിന്നെ ഓവർ ഹീറ്റ് ആവും. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു